കായംകുളത്ത് നടന്ന ബാലവേദി ജില്ലാ കലോത്സവം മാരിവില്ല് 2026 സമാപിച്ചു. MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ 300ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കായംകുളത്ത് നടന്ന ബാലവേദി ജില്ലാ കലോത്സവം മാരിവില്ല് 2026 സമാപിച്ചു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ 300ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. വേദികളിൽ സിനിമാറ്റിക് ഡാൻസ്, നാടോടി നൃത്തം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങൾ അവസാന ദിവസം അരങ്ങേറി. കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ മുൻ എംപി TJ ആഞ്ചലോസ് സമ്മാനദാനം നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും വിജയികളാണ്. ആർക്കെങ്കിലും 2ാം സ്ഥാനം കിട്ടിയ 3ാം സ്ഥാനം കിട്ടിയ എന്നുള്ളത് ഒരു പോരായ്മയുമല്ല, മറിച്ച് ഓരോരുത്തരുള്ള പ്രതിഭകൾ ആ പ്രതിഭ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ബാലവേദി നടത്തുന്നത്. അതുകൊണ്ട് സാങ്കേതികമാണ് മത്സരങ്ങളെല്ലാം. എങ്കിൽ കൂടിയും 2 ദിവസമായി വളരെ മനോഹരമായി ഈ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുവാനായി കഴിഞ്ഞിരുന്നു. സാധാരണ നമുക്കറിയാം, സ്കൂൾ കലോത്സവത്തിലെല്ലാം സംഘടിപ്പിക്കുന്നത് പോലെ മത്സരത്തിൽ വിജയികളെ മാത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ബാലവേദി ഇത്തരം കലോത്സവങ്ങൾ സംഘടിപ്പിക്കും. ഒരു മത്സര സ്വഭാവത്തോടു കൂടി തന്നെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കരുത് എന്നുള്ള അഭ്യർത്ഥന ഞങ്ങളെല്ലാം നടത്താറുണ്ട്. ഈ കലോത്സവത്തിൻ്റെ പുറകിൽ ഒരു കൃത്യവും വ്യക്തവുമായ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? നമ്മുടെ കുട്ടികൾ ഉപഭോഗ സംസ്കാരത്തിനടിമകളായി ചിന്ത നശിച്ച് വെറും ആസ്വാദകർ മാത്രമായി അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ബാലവേദി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ N. ശ്രീകുമാർ അധ്യക്ഷനായി. ബാലവേദി ജില്ലാ രക്ഷാധികാരി സമിതി കൺവീനർ സനൂപ് കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, സംഘാടക സമിതി കൺവീനർ CA അരുൺകുമാർ, KG സന്തോഷ്, AS സുനിൽ, ആദർശ് തുളസീധരൻ, അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. ACG